എന്തുകൊണ്ട് മാധവ ദേവദാസേ, എന്തുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് അലംതറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അതെ, വമിനൽ ലൈലി, വിശുദ്ധ ഖുർആൻ പറയാൻ വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും മരങ്ങളും എല്ലാം അല്ലാഹുവിനെ ആരാധിക്കുന്നു. മരങ്ങൾ, ഒരു മരവും, ഇനിയുള്ള പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം, ഒരു മരവും മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല. ഒരു തുളസിച്ചെടിയും ഒരാൽത്തറത്തുരുമ്പും ഇന്ന് വരെ ജീനസായ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. മഹാബുദ്ധിജീവിയായ മനുഷ്യൻ രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ, വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിമാർ, എഴുത്തുകാർ, എഡിറ്റർമാർ, സാഹിത്യകാരന്മാരെ, ഒരു മരവും ഇന്ന് വരെ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. ഒരു സൂര്യനും ചന്ദ്രനും ഇന്ന് വരെ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. ഒരെലിയും പാമ്പും ഇന്ന് വരെ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. എലിയെയും പാമ്പിനെയും ശവകുടീരത്തെയും മരിച്ചുപോയവരെയും ജിന്നിനെയും മലക്കിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, സഹായം ചോദിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, നിങ്ങൾ ഒരു കാര്യം അറിയുക, ഏതൊരു നാഥന്റെ വായുവാണോ, ഏതൊരു നാഥന്റെ വെള്ളമാണോ നിങ്ങൾ ശ്വസിക്കുന്നത്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികുന കശ്ഫ ദുർരി അൻകും വലാ തഹ്ദീല ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان مقدورا ومن اضل ممن يدعو من دون الله من لا يستجيب له الى يوم القيامه وهم من دعائهم غافلون. 17 അധ്യായം 57-58. മനുഷ്യരെ, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? അവർ തന്നെ പടച്ചവനോട് നേരിക്കാൻ, അവർ തന്നെ റബ്ബിലേക്ക് വസീല തേടാൻ, എന്നിട്ടും നിങ്ങൾ അവരെ ആരാധിക്കുക. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളെക്കാൾ വലിയ അക്രമി ആരുണ്ട്? നിങ്ങൾ നോക്ക്, സായിബാബ മരിക്കുന്നതിനോടുകൂടെ ആകാശം നിശ്ചലമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഞാൻ ഓടിക്കുന്ന കാറ് എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായാൽ പോയിട്ടിരിക്കും, അല്ലേ? സൂര്യന്റെ നിയന്ത്രണത്തിൽ വല്ല കൺട്രോളും ആർക്ക്? അല്ലാഹുക്ക് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തുണ്ടോ? ഇല്ല. ഒരു ശ്രീരാമനും, ഒരു ശ്രീകൃഷ്ണനും, ഒരു മുഹമ്മദ് നബിയും, ഒരു മൊയ്തീൻ ഇല്ല. ഒന്നില്ല. ലം യഖ്ലുഖു ദുബാബ, സൂറത്ത് ഹജ്ജ് 22 അധ്യായം 78 ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ, മാ യംലികുന മിൻ കിത്മീർ 35 അധ്യായം 13-14 ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കേട്ടോ, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാലേ മോചനം ഉണ്ടാവൂ എന്നല്ലേ വെപ്പ്, എന്നല്ലേ വർത്തമാനം, അല്ലേ? എന്നാലേ ബൈബിളിൽ യേശു ക്രിസ്തു ആരാ? ബൈബിളിലെ യേശു ക്രിസ്തു ആരാ? സാവൂളിന്റെ യേശു ക്രിസ്തു അല്ല, സെന്റ് പോളിന്റെ യേശു ക്രിസ്തു അല്ല, ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീസസ് ക്രൈസ്റ്റ് അല്ല. ദൈവം അവതരിപ്പിച്ച പ്രവാചകനായ 81 സ്ഥലത്ത് മനുഷ്യപുത്രൻ എന്ന് ബൈബിൾ വിശേഷിപ്പിച്ച യേശു ക്രിസ്തു ആരാ? കേട്ടോ, ഒരു കല്ലേറ് വെളിപാടകലെ യേശു ക്രിസ്തു ചെന്നു, മുട്ടുകുത്തി വീണു കുരിശുമരണ സമയത്ത്. കേട്ടോളീൻ. എന്നിട്ട് പറയാണ്, പിതാവേ നീ എന്നെ കൈവടിഞ്ഞതെന്റെ ബൈബിളിലാ. പിതാവേ അല്ലാഹുവേ. അറബി ബൈബിൾ അങ്ങനെയുള്ളത്, ഇന്നും അറബി ബൈബിളിൽ അങ്ങനെയുള്ളത്. അല്ലാഹുവേ നീ എന്നെ കൈവടിഞ്ഞതെന്റെ, കഴിയുമെങ്കിൽ നിനക്ക് ഇഷ്ടമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെ നിലത്തു വീണു.
ലൂക്കോസിന്റെ 22-ാം അധ്യായം 41 മുതൽ 44 വരെ വചനം. യേശുക്രിസ്തു തീക്ഷണമായി പ്രാർത്ഥിച്ചു, വികാരനിർഭരമായി പ്രാർത്ഥിച്ചു. മനസ്സിന്റെ അഗാധതകളിൽ നിന്ന് വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പഠിച്ച ഈസാ നബി ഇന്ന റബ്ബുക്കും വാഹിദ് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായികളെ, ഈസാ നബി പ്രാർത്ഥിക്കുക പടച്ചോനോട്. മരണവേളയിൽ ആപൽഘട്ടത്തിൽ തന്നെ കൊല്ലാൻ വന്ന ജൂതരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിന്റെ വഴിയല്ല ക്രൈസ്തവരെ നിങ്ങളുടെ വഴി എന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്. അതാ അതുകൊണ്ട് യേശുക്രിസ്തു അള്ളാഹിനോടാ പ്രാർത്ഥിച്ചു. തീർന്നില്ല. തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു വിലപിച്ചു. മത്തായിയുടെ 26-ലെ 37-38 വചനങ്ങൾ. തീർന്നില്ല. അടുത്ത കേട്ടോളി. അന്ന് മുതൽ അവനെ വധിക്കാൻ ശ്രമിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നവർ എന്നിട്ട് അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ സഞ്ചരിച്ചില്ല. യേശു പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രീം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യോഹന്നാൻ സുവിശേഷം. അവൻ അല്പദൂരം മുട്ടുകുത്തി കമയിന്ന് കിടന്ന് വീണ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം അങ്ങനിൽ നിന്ന് ഉയർത്തണേ. ഇങ്ങനെ യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിനെ രക്ഷപ്പെടുത്തി. ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ആദർശം ഏകദൈവ ആരാധനയാണ്. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ജനപ്പെരുപ്പത്തിന്റെ ഒരു നിയന്ത്രണം കേരളത്തിൽ VR കൃഷ്ണയ്യർ നിയമിച്ച ഒരു കമ്മീഷൻ 2-ൽ കൂടുതൽ പ്രസവിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ഇസ്ലാം വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലെ എല്ലാ ജീവവർഗങ്ങൾക്കും, നമ്മൾ കാണുന്നതും കാണാത്തതുമായ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം നൽകുന്നുണ്ട്. അത് പേടിച്ച് സുഖിയന്മാർ, സുഖലോലുപന്മാർ ജനപ്പെരുപ്പത്തെ നിയന്ത്രിക്കുകയാണ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മതം ലോകത്ത് പഠിപ്പിച്ച ഏതൊരു കാര്യവും കാലങ്ങളെയും മനുഷ്യ ചിന്തകളെയും അതിജയിക്കുമെന്നാണ് ഞാനിവിടെ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ കാതലായ വശം. വളരെ വേഗത്തിൽ നിങ്ങൾ വന്ന് പ്രവേശന കവാടത്തിലൂടെ കടന്ന് ഇരിപ്പിടത്തിലിരുന്നാൽ 2 പ്രസംഗങ്ങൾക്കും കൂടുതൽ സൗകര്യമായിരിക്കും. സംസാരിക്കാതെ, അങ്ങുമിങ്ങും തങ്ങി നിൽക്കാതെ വേഗത്തിൽ വന്നിരുന്ന് വിജ്ഞാനം നുകർന്ന് ധന്യമായ മനസ്സിൻ്റെ ഉടമകളായി മടങ്ങിപ്പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ജനപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ആണായാലും പെണ്ണായാലും കുട്ടി 2 മതി. ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ആരും ഒരിക്കലും വിചാരിക്കരുത് നന്മയുടെ ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വക്കീലായാലും ജഡ്ജിയായാലും ഒരു മനുഷ്യരാണ്, ചാബല്യങ്ങൾക്ക് വിധേയരാണ്. സത്യത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുക എന്നത്, മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കുക എന്നതാണ് അതിൻ്റെ മയന. നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ ആളുകൾ പേടിക്കുന്നു. ഇസ്ലാമിനെ ആളുകൾ പേടിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയുക, മുസ്ലിങ്ങൾ ഭീകരവാദികളായതുകൊണ്ടല്ല, തീവ്രവാദികളായതുകൊണ്ടല്ല. ഇസ്ലാം എന്ന ആദർശം സാമ്രാജ്യത്വ ശക്തികളെയും ആധുനിക മോഹപരതയുടെ ഭൗതിക പ്രമത്തതയുടെ കടക്ക് കത്തിവെക്കുന്ന മതമാണ് ഇസ്ലാം. പെണ്ണിന്റെ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്ന കച്ചവട തന്ത്രം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ പേടിക്കുന്നുണ്ട്. പെണ്ണിനെ പർദ്ദ ധരിപ്പിക്കുന്നത്, പെണ്ണ് പർദ്ദ ധരിക്കുന്നത് അവർ വെറുക്കുന്നു. മാറിടം കാണിച്ച് സൗന്ദര്യം പ്രകടിപ്പിച്ച് തുളുമ്പിത്തുടുത്ത് നടക്കുന്ന പെണ്ണിനെ വ്യാവസായിക താല്പര്യമുള്ളവർക്ക് ആവശ്യമുണ്ട് അവരുടെ ബിസിനസ്സിന്.
ഇസ്ലാം അതിനെ എതിർക്കുന്നു. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ലോട്ടറി, ഇസ്ലാം ലോട്ടറിയെ എതിർക്കുന്നു. അതുപോലെ മീഡിയകൾ, ആധുനിക മീഡിയകൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീകരമായ കേന്ദ്രമേനെന്ന ചോദ്യത്തിന് ചാനലുകളുടെ ആസ്ഥാനങ്ങളാകുന്നു എന്നതാണ് പഠനം. ചാനലുകളുടെ ആസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാസത്തിന് അതിരില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ എല്ലാവരോടും, 14ഉം 20ഉം മക്കളുണ്ടായിരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. 5ഉം 8ഉം മക്കളുള്ളവരുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. ജനസംഖ്യ നിയന്ത്രിക്കുന്നവരോട് ചോദിച്ചോട്ടെ, വി ആർ കൃഷ്ണയ്യരുടെ മേൽനോട്ടത്തിലുള്ള കമ്മീഷനോട് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്രാമത്തെ മക്കളാ നിങ്ങളുടെ വീട്ടിൽ? നിങ്ങൾക്ക് എത്രയാ മക്കള്? നിങ്ങളുടെ കുടുംബത്തിൽ എത്രയാ മക്കള്? 2ൽ കൂടുതലുള്ളവരെ കഴുത്ത് ജയിച്ചു കൊല്ലാൻ കോടതി ഉത്തരവിടുമോ? 2ൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ ശിക്ഷിക്കാനും ആനുകൂല്യങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. മോസ്കോ, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഇക്കഴിഞ്ഞ ജൂണിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുമാർ ഒരു ഉച്ചകോടി നടത്തി. അറിഞ്ഞോ നിങ്ങൾ? ജഡ്ജിമാരറിഞ്ഞോ? കമ്മീഷണർമാരറിഞ്ഞോ? മോസ്കോ ഏതാ? മോസ്കോ ഏതായി? മോസ്കോ നിരീശ്വരത്വത്തിന്റെ ആസ്ഥാനമാണ് മോസ്കോ. ആണായാലും പെണ്ണായാലും കുട്ടി 2 മതി എന്ന മുദ്രാവാക്യം മുഴക്കിയ കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്ന് തരിപ്പണമായി. സ്വകാര്യ സ്വത്താണ് മനുഷ്യന്റെ അധർമ്മങ്ങളുടെ മൂലകാരണമെന്ന് പ്രഖ്യാപിച്ച് സ്വകാര്യ സ്വത്തിന്റെ നിർമ്മാർജ്ജനത്തിലൂടെ, ഉന്മൂലനത്തിലൂടെ തോമസ് കാമ്പനല്ലയുടെ ദ സിറ്റി ഓഫ് ദി സൺ, തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ, 1516 പ്രകാശനം ചെയ്ത ഉട്ടോപ്പിയ. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നതിന്റെ സമയം പരിമിതമാണ്. ഹുസൈൻ സലഫിയുടെ സമയം ചോദിച്ചു വാങ്ങുകയാണ് ഞാൻ ചെയ്തത്, ഈ വിഷയത്തിനൊരു പൂർണ്ണത ലഭിക്കാൻ. സത്യം സഹോദരങ്ങളെ, മോസ്കോയിൽ ശ്രദ്ധിക്കണം, യുവാക്കൾ ശ്രദ്ധിക്കണം, നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 29, 30 മോസ്കോയിൽ ഒരു ഉച്ചകോടി കൂടി. എന്തിന്? റഷ്യ പല ഉച്ചകോടികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പല ഉച്ചകോടികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? മോസ്കോയിൽ തിരിച്ചടി. ആണായാലും പെണ്ണായാലും 2 മതി, അതിൽ കൂടുതൽ വേണ്ട എന്ന് തീരുമാനിച്ച റഷ്യ ഈ കഴിഞ്ഞ ജൂൺ 29, 30 ഒരു ഉച്ചകോടി കൂടി. എന്തിനെന്നല്ലേ? 2ൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവാർഡ് നൽകാൻ, പാരിതോഷികം നൽകാൻ. അറിഞ്ഞില്ലേ? കൃഷ്ണയ്യർമാർ അറിഞ്ഞില്ലേ? ജഡ്ജിമാർ അറിഞ്ഞില്ലേ? ജുഡീഷ്യറിയുടെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന IPC, ഇന്ത്യൻ പീനൽ കോഡിന്റെ തത്വങ്ങൾ അറിയുന്നവർ അറിഞ്ഞില്ലേ? എന്തേത്? ലോകരാജ്യങ്ങൾ ജനപ്പെരുപ്പത്തിനെതിരെ ശബ്ദിച്ചവർ, ജനസംഖ്യ കുറഞ്ഞു. യുദ്ധങ്ങളും കെടുതികളും രോഗങ്ങളും ആക്സിഡന്റ് കൊണ്ട് പുരുഷന്മാര് കുറഞ്ഞു. കൂടുതൽ പ്രസവിക്കാൻ ആവശ്യപ്പെട്ടു. വിശുദ്ധ ഖുർആൻ സൂറത്തെ അൻആമിലെ 151 വചനം, ഖശിയത ഇംലാക്കിൻ, ദാരിദ്ര്യ ഭയം കൊണ്ട് കുട്ടികളെ കൊല്ലരുത്. വൈദൽ മഊദതു സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് മോളെ ജീവനോടെ നീ കുഴിച്ചുമൂടപ്പെട്ടത്? 81 അധ്യായം 8-9 വചനങ്ങൾ. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടാൻ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ജപ്പാനിലെ ക്ലിനിക്കുകളിൽ ആണാണോ പെണ്ണാണോ തീരുമാനിക്കാനല്ല, ഗർഭപാത്രത്തിൽ വളരുന്ന കുരുന്നിന് വൈകല്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങിയ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, പിന്നീട് പെണ്ണാണെങ്കിൽ കൊന്നുകളയാൻ, കശാപ്പ് ചെയ്യാൻ ലോകം തീരുമാനിച്ചു. ഹരിതേ, കൊല്ലരുതേ, നശിപ്പിക്കരുതേ എന്ന് കുഞ്ഞ് കരഞ്ഞു. എനിക്ക് 4 പെൺകുട്ടികളാ, കൊണ്ടുപോ തുറങ്കല്. നാളെ 4 മാസം കഴിഞ്ഞാൽ ഇനി പ്രസവിക്കും 5ാമത്തെ കുഞ്ഞിനെ, കൊണ്ടുപോ. ഇന്ത്യയുടെ ജയിലുകളിൽ കൊണ്ടുപോയി അടക്ക്. മനുഷ്യൻ മാത്രം എന്തിനാ കൺട്രോള്? ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. 2 കൂടുതൽ ഉണ്ടായ സുഖിക്കാൻ കഴിയില്ല. റസൂലുള്ള പറയാ, ഏറ്റവും അയ്യുദംബിയാളം, റസൂലേ ഏറ്റവും വലിയ പാപം ഏതാന്ന് ചോദിച്ചു. അന്നജഅല ലില്ലാഹി നിദ്ദ, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനിൽ പങ്കു ചേർക്കലാണ്.
അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തതോ, നിന്റെ കൂടെ ഇരുന്ന് നിന്റെ കുട്ടി ഭക്ഷണം കഴിക്കും എന്നതുകൊണ്ട് നീ അവനെ കൊല്ലലാണ്. ഇവിടുത്തെ വക്കീലുമാർക്കും ജഡ്ജിമാർക്കുള്ളത് അതാ. കുട്ടികളെ പെരുകിയ സുഖിക്കാൻ കഴിയില്ല, ആനന്ദിക്കാൻ കഴിയില്ല. അല്ല പറഞ്ഞ് നിങ്ങൾ ബേജാറാവണ്ട, സാഗരത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അല്ല ഭക്ഷണം കൊടുക്കുന്നു. പ്രശ്നമുണ്ടോ? ആകാശഭൂമികൾക്കിടയിൽ അനന്തകോടി ജീവജാലങ്ങൾക്ക് അല്ല ഭക്ഷണം കൊടുക്കുന്നു. ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? 8 പെറുന്നു പട്ടി, 8 പെറ്റ പട്ടിയും ഊട്ടിയിലെ പട്ടിയും വീട്ടിലെ കുട്ടിയും രണ്ടാക്കി മാറ്റിയതാര്? രണ്ടാക്കി മാറ്റേണ്ടത് മാറ്റിക്കൊണ്ട് തന്നെ. എന്തിന്? وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 6-ാമത്തെ വചന. എന്താ അർത്ഥം എന്നറിയോ? എന്തിനാടോ ദാരിദ്ര്യം ഭയപ്പെടുന്നത്? എന്തിനാടോ ബേജാറാവണത്? ലോകത്തല്ല സൃഷ്ടിച്ച മുഴുവൻ ജീവികൾക്കും അല്ല ഉപജീവനുണ്ടാക്കി. പിന്നെന്താ അവിടുത്തെ പ്രശ്നം? കോടിക്കണക്കിന് തിന്ന് സോമാലിയിലെ പട്ടിണി കിടക്കുന്ന കുട്ടികളെ ഓർക്കാതെ പട്ടിണി കിടക്കുന്നവരുണ്ടായിട്ട്, ദാരിദ്ര്യത്തിലുള്ളവരുണ്ടായിട്ട്, إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما نبوسا قمطريرا. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചോടുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അതാ. ജനസംഖ്യയൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ പൊളിഞ്ഞില്ലേ? ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ പൊളിഞ്ഞ പോലെ മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ പൊളിഞ്ഞില്ലേ? തരിപ്പണമായില്ലേ? അവിടെ ഇസ്ലാം പറഞ്ഞു ആവുന്നത്ര പ്രസവിച്ചോ. ഇനിയോ പ്രസവത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നവരോട് ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ ബാപ്പയമ്മയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 2 മതിയും തീരുമാനിച്ചാൽ ഞാനുണ്ടാവൂല ഇത് പറയാൻ. ഞാൻ 3-ാമത്തെ ആളാ. എന്റെ അനുജൻ സിറാജുൽ ഇസ്ലാം പ്രഭാഷകനാ 4-ാമത്തെ ആളാ. MM അക്ബർ 8-ാമത്തെ ആളാ ഒരു ബാപ്പാന്റെ. ഇവിടെയുള്ള മഹാജീനസായ ശാസ്ത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാർ, മതപ്രബോധകർ ഒരച്ഛന്റെ അമ്മയുടെ 1ഉം 2ഉം മക്കളല്ല. വി ആർ കൃഷ്ണയ്യർ പോലെ ആണോ? ചോദിച്ചു നോക്ക്. ഗൗരവമായ പഠനം ശാസ്ത്രകാരന്മാരുടെ സർ ഐസക് ന്യൂട്ടൻ, കോപ്പർനിക്കസ്, ഗലീലി, ബ്രൂണോ, ചാൾസ് ഡാർവിൻ, ദ തിയറി ഓഫ് എവല്യൂഷൻ, അതിന്റെ ഡയറക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഈ സമയം MC² എന്ന സൂത്രവാക്യം ലോകത്തിന് നൽകിയവൾ W. സ്റ്റീഫൻ ഹോക്കിംഗ്, എല്ലാവരും ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, ജനിച്ചവർ. ആരും 2-ാമത്തെയോ 1-ാമത്തെയോ മക്കളല്ല പലരും. ചിലരൊക്കെ ഉണ്ട്, ഞാൻ എതിർക്കണില്ല. പക്ഷേ 3ഉം 4ഉം 5ഉം 6-ാമത്തവർ നിഷേധിക്കാൻ കഴിയോ? പഠിക്കുക. ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ പറയാ പഠിക്കുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം 41 കോടി മുടക്കി സംരക്ഷിക്കാനുള്ള വിഡ്ഢിത്തം. ദൈവത്തിന്റെ സ്വത്ത് അടയിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് എന്തിനാ സ്വത്ത്? മിമ്മാ റസഖ്നാഹും, നാം നിങ്ങൾക്ക് നൽകിയത്. വിശുദ്ധ ഖുർആൻ പറയാം, പെണ്ണിനോടും സ്വർണത്തോടും കുതിരയോടും മനുഷ്യനടങ്ങാത്ത അഭിനിവേശം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് വൈലുൽ ലികുല്ലി ഉമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ദൈവത്തിന് എന്തിനാ സ്വത്ത്? ഇസ്ലാമിന്റെ നിയമം എന്തറിയോ? പൊതുഖജനാവുകളിൽ പാവപ്പെട്ടവന്റെ അവകാശമായ സ്വത്ത് കൂടിക്കിടന്നാൽ അത് ദാനം ചെയ്യാത്തവൻ ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെടുന്ന സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചാലേ ദൈവം ഇഷ്ടപ്പെടൂ എന്ന് പഠിപ്പിക്കപ്പെടുന്ന അപമാന വികരണത്തിന്റെ ദർശനവും, സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചാൽ ദൈവം കോപിക്കുമെന്ന് പറയുന്ന കരുണാമയനായ റബ്ബിന്റെ ദർശനവും അതിജയനങ്ങളുടെ ജൈത്രയാത്ര നടത്തിയ അല്ലാഹുവേ നിന്റെ മതം അത് നെഞ്ചിലേറ്റിയ മുസ്ലിങ്ങളോട് സമാപിപ്പിക്കുമ്പോൾ ഒരു വാക്ക്. എന്താ ദൗത്യം? എന്റെയും നിങ്ങളുടെയും ദൗത്യം എന്താ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുതഇമൂൻ. അല്ലാഹ് നിങ്ങൾ അദ്വാരിയാത്ത് 51-ാം അധ്യായം 56, 57 വചനം. അല്ലാഹ് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹുക്ക് ഭക്ഷണം ആവശ്യമില്ല. അമ്മമാർക്കും ദേവിമാർക്കും സായിബാമാർക്കും ബീവിമാർക്കും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഭക്ഷണം ആവശ്യമുണ്ട്. ദൈവത്തിന് ഭക്ഷണം ആവശ്യമില്ല. ആ സിട്ടാവിലേക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, വേദനയോടെ ഇവിടെ പല പണ്ഡിതന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട്.
ഒരു വേദന പങ്കുവെക്കുക ഞാൻ. മുസ്ലിങ്ങളെ, ദീനാറുകൾ, ഡോളറുകൾ, കോടിക്കണക്കിന് സമ്പാദ്യത്തിനുടെ മകളാണ് മുസ്ലിങ്ങൾ. തൃശൂർ ജില്ലയിലെ മുസ്ലിം പേരുള്ള വിശ്വപ്രസിദ്ധരായ വ്യവസായികളോട്, ഇന്റർനെറ്റിലൂടെ എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് വിനീതമായ ഒരു അപേക്ഷ പറയുകയാണ്. അതിജയനങ്ങളുടെ മതത്തെക്കുറിച്ച് പറയുമ്പോ കേരളക്കരയിലെ മലയാള ചാനലിൽ, ജീവൻ ടിവിയിൽ, അമൃതയിൽ, സൂര്യയിൽ, കൈരളിയിൽ, അനവധി ചാനലുകളിൽ ഇസ്ലാമിക വിരുദ്ധമായ പ്രചരണങ്ങൾ നടന്നിട്ട് സൂര്യ ടിവിയിലൂടെ ക്രൈസ്തവ മതം പ്രചരിപ്പിക്കാണ്. സുബൈക്ക് 20-ലധികം വരുന്ന ചാനലുകൾ ക്രിസ്ത്യാനികൾക്ക്, കേരളത്തിൽ, ഇന്ത്യയിൽ 18-ലധികം വരുന്ന ചാനലുകൾ ഹൈന്ദവർക്ക്, നിരീശ്വരവാദികൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത ചാനലുകൾ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നിങ്ങൾ ഒരു ചാനൽ തുടങ്ങിയോ? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇസ്ലാമിനെതിരെ അരങ്ങ് തകർക്കുകയും നിരീശ്വരത്വത്തിന്റെയും ഭൗദൈവത്വത്തിന്റെയും മതം പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളെയും ഇസ്ലാമിക സമൂഹത്തെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ജ്യോത്സ്യത്തിലേക്കും ജിന്ന് സേവയിലേക്കും കൊണ്ടുപോകുന്ന ഒരു സമൂഹം വളർന്നിട്ട് എന്തേ ഒരു ചാനൽ തുടങ്ങാൻ? കോടികളുടെ ആസ്തിയുള്ള യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ഹിസാബ എന്ന റസൂലുള്ളാഹിന്റെ വാക്കെന്തേ മറന്നുപോയത്? സമ്പത്തിനെ ഇഷ്ടപ്പെട്ടോളൂ, അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയവരോട് ചാനൽ നടത്താൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തു. ഞാൻ എല്ലാവരെയും അറിയിക്കും. ഈ തീരുമാനത്തിന് പ്രസക്തിയുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു എളിയ പ്രബോധകന് ഈ തീരുമാനം വിജയിപ്പിക്കാൻ കഴിയോ? ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ ഫൈദാ അൽസംത ഫതവക്കൽ അലല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് പടച്ചവനെ, ഒരു ഇസ്ലാമിക ചാനൽ തുടങ്ങാൻ നീ എനിക്ക് അവസരം നൽകണേ എന്ന് റബ്ബിനോട്. ഇസ്ലാമിന്റെ ജിഹാദ്, ഇസ്ലാമിന്റെ യുദ്ധം, സമാധാനപൂർണ്ണമായി നടത്തി ഇസ്ലാമിന്റെ യുദ്ധം പ്രവാചക തിരുമേനി ലോകത്തോട് പറഞ്ഞ ഇർഹബു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതേ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി താടി വെച്ചവർ വിമർശിക്കപ്പെടുന്ന ഒരു ലോകം. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് മസ്കറ്റിൽ പെരുന്നാൾ നമസ്കാരം കൂടാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ എനിക്ക് പോകേണ്ടി വന്നു. എന്നെ തട്ടിക്കളിപ്പിച്ചു. എന്നോട് ചോദിച്ചു, നീ എന്തിനാ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത്? റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു. കോഴിക്കോടേകൾ, നീ എന്തിന് തിരുവനന്തപുരത്ത് നിന്ന് കയറി കോഴിക്കോട് ഇറങ്ങുന്നു? ഞാൻ ചോദിച്ചു, അല്ലയോ ഉദ്യോഗസ്ഥ, തിരുവനന്തപുരത്ത് നിന്ന് കയറിക്കൂടാ എന്ന് നിയമമുണ്ടോ? കോഴിക്കോട്ട് ഇറങ്ങിക്കൂടാ എന്ന് നിയമമുണ്ടോ? ഈ താടിയല്ലേ നിങ്ങളുടെ പ്രശ്നം? ക്രിസ്ത്യാനിയല്ലേ നിങ്ങൾ? നിങ്ങളുടെ ബൈബിളിൽ താടി വെക്കാത്തവനെ ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് നിങ്ങളുടെ ബൈബിൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലും പഴയ നിയമം തൗറാത്തിലും താടിയുടെ നിർബന്ധത്തെക്കുറിച്ച് പറഞ്ഞ വാചകം, ഹദീസുകൾ വേറെ. താടി വടിക്കുന്നവരോട്, താടിക്കെതിരെ ശബ്ദിക്കുന്നവരോട്, താടി വേണ്ടെന്ന് പറയുന്നവരോട്, അബ്ദുള്ള എന്ന് പറയുന്ന ഡോക്ടർ താടി വടിച്ചതിനോട് അമേരിക്കയിലെ എയർപോർട്ടിൽ പേടിച്ചിട്ട് അവരോടൊരു കാര്യം, ബൈബിളിലെ വാചകമാ പറയുന്നത്, നിങ്ങളുടെ താടിയുടെ അറ്റം മുറിക്കരുത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ വാചക പറയുന്ന മുജാഹിദുകളെ, 26-ലധികം വരുന്ന വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളിലൂടെ താടി വിട്ടേക്കാനുള്ള കൽപ്പന കേട്ടിട്ട് ക്ലീൻ ഷേവായി നടിക്കുന്ന ജൂതലോബികളുടെ അനുയായികളോട് മൻ തശബ്ബഹ ഖൗമൻ ഫഹുവ മിൻ എന്ന പ്രവാചക വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബൈബിളിൽ നിന്ന് ലേവ്യ പുസ്തകത്തിന്റെ 19-ാം അധ്യായം 20-ാമത്തെ വചനം കേട്ടിട്ടില്ലെങ്കിൽ പഠിച്ചോളൂ. നിങ്ങളുടെ താടിയുടെ അറ്റം മുറിക്കരുത്. ബൈബിളിലതാ തീർന്നില്ല. ദാവൂദ് അലൈഹിസ്സലാം 2 ദൂതന്മാരെ ഒരു രാജാവിന്റെ, ഹാനൂൻ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ചാരന്മാരാണെന്ന് വിചാരിച്ച അദ്ദേഹം അവരുടെ വസ്ത്രം നെഞ്ചകത്ത് വെച്ച് കട്ട് ചെയ്തു. അവരുടെ താടിയുടെ ഒരു ഭാഗം പഠിച്ചു. ദാവൂദ് നബിക്ക് അവർ വിവരം അറിയിച്ചു. അപ്പൊ ദാവൂദ് നബി പറയുന്ന വാക്ക് കേട്ടോളൂ, വായിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. 2-ാം സാമുവേലിന്റെ 10-ലെ 5-ാമത്തെ വാചകമാണ്. ശരിക്ക് വായിച്ചോളൂ, കേട്ടോളൂ. നിങ്ങൾ യെരിഹോവിൽ തന്നെ താമസിക്കുക, താടി വടിക്കപ്പെട്ടവരായി നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ, മുജാഹിദുകളെ, ഇനി റസൂലുള്ളാഹിന്റെ വചനങ്ങൾ കേട്ടോളൂ. ദാവൂദ് നബി പറയും, നിങ്ങൾ യെരിഹോവിൽ തന്നെ താമസിക്കുക. നിങ്ങളുടെ താടി വളർന്ന് പഴയതുപോലെ സമൃദ്ധമായി തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാകുമ്പോൾ മാത്രമേ നിങ്ങൾ മടങ്ങി വരാവൂ. ബൈബിളിലെ വാചകമാണ്. മുജാഹിദുകളെ, താടി വടിക്കരുത്. മുജാഹിദുകളെ, താടി നീട്ടുക.
മുജാഹിദുകളെ, റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കുക. എയർപോർട്ടുകളിൽ പീഡിപ്പിക്കപ്പെട്ടാലും, റെയിൽവേ സ്റ്റേഷനുകളിൽ പീഡിപ്പിക്കപ്പെട്ടാലും, നടന്നു പോകുന്നിടത്ത് പീഡിപ്പിക്കപ്പെട്ടാലും, അംഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. അതേ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പീഡനങ്ങളും പരീക്ഷണങ്ങളും നേരിടാതെ എന്ന പ്രവാചക തിരുമേനി ഖുർആൻ ഓതിയിട്ട് നമ്മുടെ 3-ാം അധ്യായം 142 പഠിപ്പിച്ചു. ഒരൊറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഒരു ചാനലിന് വേണ്ടി ശക്തമായി കേരളത്തിലെ മുഴുവൻ പൈസക്കാരെയും ഏത് അറബ് രാജ്യത്താണെങ്കിലും ചെന്ന് കാണാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പണക്കാരോട് ഒരു ഇസ്ലാമിക ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച്, പരസ്യമുക്ത, പെണ്ണമുക്ത അഥവാ നഗ്നത പ്രകടിപ്പിക്കുന്ന പെണ്ണമുക്ത, ഇസ്ലാമിന്റെ ദഅവത്ത് 24 hours ചാലുവാകുന്ന ഒരു ചാനൽ തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ തരുന്ന ഏത് സ്റ്റേജിലും ഈ ഒരു പോയിന്റ് പറയാൻ ഈ ഉള്ളവൻ ആഗ്രഹിക്കുകയാണ്. നെഞ്ചിലേറ്റണേ എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ ദൗത്യം ഏറ്റെടുത്തില്ലെങ്കിൽ ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളെ തകർത്ത് തൗഹീദിന്റെ പുതിയ സുന്ദര ഭൂമികളിലേക്ക്, ബിദ്അത്തിന്റെ അരാജകത്വങ്ങളിൽ നിന്ന് സുന്നത്തിന്റെ ഭൂമികയിലേക്ക്, അധർമ്മങ്ങളുടെ കോട്ടക്കൊട്ടകളിൽ നിന്ന് ധർമ്മബോധത്തിന്റെ പടകാകളത്തിലേക്ക്, അനീതിയുടെ ഉരുക്കു ചങ്ങലകളിൽ നിന്ന് നീതിയുടെ ഉരുക്കു ചങ്ങലകളിലേക്ക് മാനവതയെ നയിക്കാൻ ബാധ്യസ്ഥരായ നാം ഖുർആനിൽ ഒരു ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 54-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. സ്ത്രീകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, പുരുഷന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഈ പ്രസംഗം കേൾക്കുന്ന ബൈലറ്റ് ശ്രോതാക്കളെ, നാളെ ഈ കേസറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇൻഷാ അല്ലാഹ് കാറുകളിലും ഭവനങ്ങളിലും ഫ്ലാറ്റുകളിലും അതുപോലെ തന്നെ LCD പ്രൊജക്ടറുകളിലൂടെയും ഇത് കാണുന്ന മുസ്ലിങ്ങളെ, നിങ്ങൾ ഓർക്കുക വിശുദ്ധ ഖുർആനിലെ ഈ വാചകം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മയ്യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തൗഹീദ് പറയാതെ, സുന്നത്ത് പറയാതെ, ദീനിന്റെ മഹാത്മ്യം പറയാതെ, പ്രവാചകന്റെ ഉജ്ജ്വല പ്രോജ്വല വ്യക്തിത്വത്തിന്റെ മൗലികത വിശദീകരിക്കാതെ, കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ജീവിതഗന്ധി വിശദീകരിക്കാതെ, സ്ത്രീ വിമോചകൻ എന്ന നിലയിൽ, സാമ്പത്തിക ശാസ്ത്രകാരൻ എന്ന നിലയിൽ, ലോകത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ, ഉജ്ജ്വല നീതിബോധത്തിന്റെ പടകാളം മുടക്കിയ വിശ്വാചാര്യൻ എന്ന നിലയിൽ മുഹമ്മദ് നബിയെ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ, ഈ ദീനിൽ നിന്ന് നിങ്ങൾ മുർത്തദ്കളായാൽ ഇല്ലടോ, അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല. അല്ലാഹു മറ്റൊരു വിഭാഗത്തെ, യുവാക്കളെ നിങ്ങളിത് വിട്ടുപോയാൽ അല്ലാഹു മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും. അല്ലാഹു ഇഷ്ടപ്പെടുകയും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന്റെ ഇസ്സത്തിന് പടച്ചതമ്പുരാന്റെ ദീനിലൂടെ ഇസ്സത്ത് നേടുകയും സത്യനിഷേധികൾക്കെതിരെ ശിദ്ദത്ത് പുലർത്തുകയും വിശ്വാസികൾ എന്ന നിലയിൽ ഐക്യം പുലർത്തുകയും മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും, അങ്ങനെ ചിന്തിക്കുകയും വലാ യഖാഫുന ലൗമത ലായിം, നരിയാണിയുടെ മേലെ തുണി കൊടുത്തപ്പോൾ വിമർശിച്ചു, താടി നീട്ടിയപ്പോൾ വിമർശിച്ചു, കൈവിരലനക്കിയപ്പോൾ വിമർശിച്ചു, തൗഹീദ് പറഞ്ഞപ്പോൾ വിമർശിച്ചു, സുന്നത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ വിമർശിച്ചു. വലാ യഖാഫുന ലൗമത ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്തവർ, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വഖഫ ബില്ലാഹി ഹസീബ. അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവർ അല്ലാഹനെ മാത്രം പേടിക്കുക, വേറൊരാളെയും പേടിക്കാതിരിക്കുക. അതേ, അല്ലാഹുവിനെ മാത്രം പേടിക്കുക. 33-ാം അധ്യായം 39-ാമത്തെ വചനം, ദൈവത്താണ് പ്രധാനം. ഈ പ്രദേശത്ത് കരിങ്കല്ലത്താണിയിൽ, കാഞ്ഞിരമുക്ക് കരിങ്കല്ലത്താണിയുടെ പരിസര പ്രദേശങ്ങളിൽ ഒരൊറ്റ സ്ഥലത്തും ഒരൊറ്റ മനുഷ്യർക്കും ഇസ്ലാം എത്താത്ത അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ബാലേട്ട, സുരേന്ദ്ര, ദേവ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയും. ഓർക്കുക, ചിന്തിക്കുക. തൗഹീദി പ്രബോധനം എത്തിക്കേണ്ടവർ നമ്മളാണ്.
ഒരൊറ്റ മനുഷ്യരും ഈ സത്യദീനെത്താത്തവരായി ഉണ്ടാകരുത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇല്ല, മതത്തിൽ ബലാത്കാരമില്ല. കത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, 2-ാം അധ്യായം 256. ഇല്ല ബാല, ഇല്ല സുരേന്ദ്ര, ഇല്ല ദേവദാസേ, വാൾമുന കൊണ്ട് ഞാൻ സംസാരിക്കില്ല, വേദനിപ്പിക്കുക പോലും ഇല്ല. ഇല്ല, എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ തല്ലില്ല. കാരണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കൈകളിൽ നിന്ന്, അവന്റെ നാവുകളിൽ നിന്ന് ഒരാൾ സുരക്ഷിതനാകണം എന്നതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ലാ യനഹാകുമുല്ലാഹ് അനില്ലദീന യുഖാതിലൂകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. 60-ാം അധ്യായം 8-ാമത്തെ വചനം. അല്ലാഹു വിലക്കിയിട്ടില്ല നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് മൈത്രീ ബന്ധം പുലർത്തുന്ന, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്ന കാര്യത്തിൽ പരസ്പരം സഹായിക്കാത്ത ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, മജൂസികളോട്, ഇസ്ലാമിനെ എതിരായി ജീവിക്കുന്ന സമൂഹത്തോട് നിങ്ങൾക്ക് യുദ്ധമില്ല. പിന്നെ ആരോടാ യുദ്ധം? ഇസ്ലാമിന്റെ ഉന്മൂലനം കൊതിച്ച് ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടി ഗുജറാത്തിന്റെ മണ്ണിലൊക്കെ ഉണ്ടായതാണല്ലോ. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭരണകൂടം, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം, ആ രാജ്യം നമുക്ക് നൽകിയ ഫ്ലെക്സിബിലിറ്റി, മതസ്വാതന്ത്ര്യം, ഏത് മതം പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം, മൈക്ക് കെട്ടി ഇതുപോലെ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ യുവാക്കളെ ഈ ദീന് പറയാൻ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണം. അല്ലാഹുവിന്റെ ദീനിന്റെ ദിവ്യ വഴിപാടനുസരിച്ചുള്ള പ്രബോധനം നടത്താൻ ആളുകളില്ലാത്ത ഒരു ലോകത്ത് الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم. 7-ാം അധ്യായം 187. മുഹമ്മദ് നബി തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട പ്രവാചകനാണ്. നിരക്ഷരനായ സല്ലല്ലാഹു അലൈഹി വസല്ലം സദാചാരം കൽപ്പിച്ചു, ദുരാചാരം വിരോധിച്ചു, നല്ലതൊക്കെ അനുവദിച്ചു, ചീത്തയൊക്കെ വിരോധിച്ചു, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിങ്ങളെ മോചിപ്പിച്ചു. ഏതോ ലബനാനി പെണ്ണിന്റെ മുടിവിറ്റ് കോടികൾ സമ്പാദിക്കുന്ന രോമ സാമ്രാജ്യത്തിന്റെ അധിപന്മാർക്ക് നേരെ തൗഹീദിന്റെ പടകാകളം മുഴക്കാനാണ്. യുവാക്കളെ, നമ്മുടെ ജീവിതം റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഒരു രോമ സാമ്രാജ്യം എന്ന വ്യവസായം കൊണ്ടുവന്നവരോട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതേ ഫതൂബാലിൽ ഉറബാ അല്ലദീന യുസ്രിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി എന്ന് ഇസ്ലാഹ് നടത്തുന്നവരാ നമ്മൾ. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമുക്കെവിടെ സമയം? നമുക്ക് പരലോകത്താണ് വിശ്രമിക്കാൻ സമയം. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഓർമ്മപ്പെടുത്തട്ടെ, എന്നിട്ട് ഞാൻ വിരാമം കുറിക്കട്ടെ. മരിച്ചു പോകും ഏത് നിമിഷവും. എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും സാമ്പത്തിക രംഗം ക്ലിയർ ചെയ്യണം, ജീവിതത്തിലെ ഏതേത് രംഗവും ക്ലിയർ ചെയ്യണം. രക്തസാക്ഷിക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം മറ്റൊരുത്തന്റെ ഹക്കാണ്, സാമ്പത്തിക ഇടപാടാണെന്നത് നിങ്ങൾ മറക്കരുത്. കടബാധ്യതയില്ലാതെ മരിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഒരാളെ പറ്റിച്ച് ചതിച്ചുണ്ടാക്കിയ പണം സ്ഥായി ഭാവമുള്ള പണമല്ല എന്നെല്ലാവരും അറിയുക. അതെ അതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽഖാളിമീനൽ ഗൈള വആഫീന അനിൻ നാസ് الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية. അതുകൊണ്ട് സമ്പത്ത് ശുദ്ധീകരിക്കുക, ജീവിതം ശുദ്ധീകരിക്കുക. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സന്താനങ്ങളും സമ്പത്ത് ഉപകരിക്കാത്ത ഒരു ദിവസം കുറ്റമറ്റ മനസ്സുമായി അല്ലാഹനെ കാണുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.